ആമീസ് വേൾഡ് 2025 വീണ്ടും ഏവർക്കും സ്വാഗതം. ഇന്ന് വിജയദശമി. ഏവർക്കും വിജയദശമി ആശംസകൾ. കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിക്കടുത്തുള്ള പനിച്ചിക്കാട് ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സരസ്വതി പൂജയ്ക്കും വിദ്യാരംഭത്തിനും കേരളത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. പ്രത്യേക പ്രാധാന്യം സരസ്വതി ദേവിക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രം ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്നു. വിദ്യാരംഭ ദിനത്തിൽ ആയിരക്കണക്കിന് കുട്ടികളെ എഴുത്തിനിരുത്താൻ ഇവിടെ എത്തുന്നു. പനച്ചിക്കാട് ക്ഷേത്രത്തിനുള്ളിൽ ശ്രീ ധർമ്മശാസ്താവ് ഉപദേവതയായി സ്ഥിതി ചെയ്യുന്നു. വിവിധ കലകളുടെ അനുഭവവും ഇവിടെ കുറിക്കാറുണ്ട്. ആയിരക്കണക്കിന് കുട്ടികളാണ് ഇവിടെ വിദ്യാരംഭം നടത്തുന്നത്. നാഗാരാധന ബൗദ്ധ സംസ്കൃതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. പ്രകൃതിയിൽ നിന്ന് വേറിട്ട് മനുഷ്യന് ഒരു അസ്തിത്വം ഇല്ല എന്നത് ബുദ്ധ ദർശനങ്ങളിൽ പ്രധാനമാണ്. വിദ്യ അഭ്യസിപ്പിക്കുക എന്നതും ബുദ്ധമതത്തിൽ പ്രധാനമായ ഒരു കാര്യമാണ്. നാവേറൊഴിയാനും നാവുദോഷം തീരുവാനും നാഗപ്രീതിക്കുമായി പാടുന്നവർ വിദ്യാരംഭ സമയങ്ങളിൽ ക്ഷേത്രങ്ങളിൽ കാണുന്നു. ക്ഷേത്രത്തിന്റെ പ്രത്യേകത നിറഞ്ഞ സസ്യസമ്പത്ത്, മൂലികകൾ, തളിർപ്പുകൾ, വെള്ളച്ചാട്ടം പോലുള്ള ശൈലം എന്നിവ കാണാം.